ആടുജീവിതം ദി ഗോട്ട് ലൈഫ്, കിടുക്കാച്ചി മാസ്റ്റർ പീസ്, വേൾഡ് ക്ലാസ്, ഓസ്കാർ ലെവൽ, ഹോളിവുഡ് ലെവൽ മലയാളം സിനിമയാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട അപാരമായ ടീം വർക്കിൻ്റെ, അപാരമായ ത്യാഗത്തിൻ്റെ, 10-16 വർഷത്തെ എഫേർട്ടിൻ്റെ, ത്യാഗത്തിൻ്റെ, പെർഫെക്ഷനായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള പെർഫെക്ഷനിസത്തിൻ്റെ റിസൾട്ട് 3 മണിക്കൂറായി തിയേറ്ററുകളിൽ ഇരുന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് വേർതിരിച്ച് പറയാൻ പറ്റാത്ത വിധം കണക്റ്റഡായിട്ട്, ടച്ചിങ് ആയിട്ട്, പലപ്പോഴും ഡിസ്റ്റർബിംഗ് ആയിട്ട് പറയാൻ ഒരുപാടുണ്ട്. അതാണ് റിവ്യൂ ചെയ്യാൻ തന്നെ വൈകിയത്. എന്തായാലും നജീബിൽ തന്നെ തുടങ്ങാം. നജീബിൻ്റെ ജീവിതത്തിലെ ആ ഒരു ആടുജീവിതം എന്ന ആ ഒരു അധ്യായം, അത് 92-ലോ 93-ലോ ഏപ്രിൽ 4-ന്, ഇപ്പോൾ ഒരാഴ്ച അകലെ, ഏപ്രിൽ 4-നാണ് നജീബ് നാട്ടിലെ സ്ഥലം 5 സെൻറ്റ് സ്ഥലമൊക്കെ വിറ്റ് മറ്റെല്ലാ പ്രവാസികളെയും പോലെ സ്വപ്നങ്ങളോടുകൂടി സൗദിയിൽ റിയാദിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അവിടെ വെച്ച് വഞ്ചിക്കപ്പെട്ട് സൂപ്പർ മാർക്കറ്റ് വിസ, സെയിൽസ്മാൻ വിസയിലാണ് പോയതെങ്കിലും 50,000 റുപ്യ ചിലവാക്കിയിട്ടാണ് വിസ മേടിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒറിജിനൽ സ്പോൺസർ വരാഞ്ഞിട്ടോ മറ്റൊരാൾ ചീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു അറബി, ഒരു കാട്ടറബി എന്ന് നമ്മൾ പ്രവാസികൾ പൊതുവെ പറയും, ബതുക്കൾ, അതുപോലെ മരുഭൂമിയിൽ താമസിക്കുന്ന കാട്ടറബികൾ, നമ്മൾ ഇവിടുത്തെ ആദിവാസികൾ, വനത്ത് താമസിക്കുന്ന ആദിവാസികൾ പോലെ അവിടുത്തെ മരുഭൂമിയിൽ തന്നെ താമസിക്കുന്ന ബദോയിൻ വിഭാഗത്തിൽപ്പെട്ട കാട്ടറബികൾ, അവർ ഈ റഫ് ആൻഡ് ടഫാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരാൾ ഈ നജീബിനെ കൂട്ടിക്കൊണ്ടുപോയി. അയാളെ വിസയൊന്നുമല്ല, അയാൾക്ക് ഇങ്ങനെയുള്ള ആളെ ഇങ്ങനെയുള്ളവരെ വിസയും കാര്യമൊന്നുമില്ലാത്ത ആളെ മരുഭൂമിയിൽ കൊണ്ടുപോയി. അങ്ങനെ തുടങ്ങിയ ആടുജീവിതം. അത് ഏപ്രിൽ 4-നായിരുന്നു. അന്ന് തന്നെയാണ്, അതേ ദിവസം ഏപ്രിൽ 4-ന് തന്നെയാണ് ബെന്യാമിൻ ഒരു പ്രവാസി ആയിക്കൊണ്ട് ബഹ്റൈനിൽ ഇറങ്ങിയത് എന്നും എവിടെയോ വായിക്കാനിടയായി. എന്തിനാൽ ഇത് ഈ സിനിമ, ഈ കഥ ഒരു നിയോഗങ്ങളുടെയും ഒരു നിമിത്തങ്ങളുടെയും ഒരു ആകസ്മികതകളുടെയും വിധിവൈപരീത്യത്തിൻ്റെയൊക്കെ ഒരു ട്രാജിക് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹോപ്പ് ഗിവിങ്, പ്രത്യാശ തരുന്നൊരു സംഭവമാണ്. എന്താ വെച്ചാൽ ഈ സിനിമ എടുക്കുമ്പോൾ അവർ നേരിട്ട ദുരനുഭവങ്ങൾ, നജീബ് ഈ ജീവിതത്തിലും പിന്നീട് ഈ സിനിമ ഇന്നലെ റിലീസായപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മകൾ 1.5 വയസ്സുള്ള മകൾ മരണപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്, ഈ സിനിമ റിലീസാവാനിരിക്കെ. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയായിട്ട് നജീബിന് വന്ന് സിനിമാ തിയേറ്ററിൽ കാണാനൊന്നും പറ്റിയില്ല. അദ്ദേഹത്തിന് മനസ്സിലാ വിങ്ങലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെ വേറിട്ടതാക്കുന്നുണ്ട്. അതായത് സ്റ്റോറി ബിഹൈൻഡ് ദ സിനിമക്ക് പിന്നിലെ സിനിമ, അത് തന്നെ ഒരു സിനിമക്ക് വെക്കേണ്ട. അതിനെക്കുറിച്ച് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സിനിമയെക്കുറിച്ച് പറഞ്ഞല്ലോ, കാസ്റ്റവേ എന്ന് പറയുന്ന ടോം ഹാങ്ക്സ് പടം ഉണ്ടല്ലോ, ഓസ്കാറൊക്കെ മേടിച്ച, ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന നായകൻ്റെ കഥയാണ് കാസ്റ്റവേ. അത് കടലുമായിട്ട് മല്ലിട്ട് ദ്വീപിൽ കഴിഞ്ഞുകൂടുന്ന, ഒരു സാധനം ഇല്ലാണ്ട് കഴിഞ്ഞുകൂടി അവസാനം സർവൈവ് ചെയ്യുന്ന ബ്രഹ്മാണ്ഡ പടമാണ് കാസ്റ്റവേ. അതിനോടൊക്കെ കമ്പയർ ചെയ്യാം. ഹോളിവുഡ് ഇംഗ്ലീഷ് പടമാണ് കാസ്റ്റവേ. ടോം ഹാങ്ക്സ് ആണെങ്കിലും നായകൻ. അതിനോടൊക്കെ കമ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പടമാണ് നമ്മുടെ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യം അഭിമാനത്തോടെ പറയാം. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായല്ലോ സിനിമയെക്കുറിച്ച് അതാണ്. പക്ഷേ കൂടുതൽ പറയാനുള്ളത് ഈ സിനിമയ്ക്ക് പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നജീബ് എന്ന് പറയുന്ന വിദ്വാൻ ഈ മരുഭൂമിയിൽ 2 വർഷത്തിൽ ചുല്ലാനം ജീവിച്ചു. എന്നിട്ട് അവിടുന്ന് ചാടി 1.5 ദിവസത്തോളം മരുഭൂമിയിലൂടെ ഓടി ഡെസേർട്ട് ക്രോസിംഗ് ചെയ്ത് രക്ഷകനെ പോലെ ഒരാൾ അവതരിച്ചു. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ കാറിൽ കയറ്റി വിടാൻ നേരത്ത് അവസാനം മരുഭൂമി ക്രോസ് റോഡിലെത്തിയപ്പോൾ 5 റിയാൽ ആ രക്ഷകന് കൊടുത്തു. അന്നേരമാണ് റിയാലിന് നോട്ട് ആദ്യമായിട്ട് കാണുന്നത്. 2 വർഷത്തോളം ഒരു നയാ പൈസ കിട്ടാണ്ട് അവിടെ അടിമനെ പോലെ ജോലി ചെയ്തു. 700 ആടുകളും 10-25 ഒട്ടകങ്ങളും ഒരൊറ്റ മനുഷ്യനെ കാണാതെ ആകെ കാണുന്നത് ഈ കഫീൽ എന്ന് പറയുന്ന, ഈ കാട്ടറബി എന്ന് പറയുന്ന ഈ കൂട്ടിക്കൊണ്ടുപോയ ഈ മുതലാളിനെ മാത്രമാണ്. അയാളാണെങ്കിൽ തോക്കും കൊണ്ട് ഏത് സമയവും ഭീഷണിയായിട്ട് പിന്നാലെയുണ്ട്. ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ബൈനാക്കുലർ വെച്ച് ദൂരത്തേക്ക് ആട്ടിനെയും കൊണ്ട് പോകുമ്പോൾ, നജീബ് ആട്ടിനെയും കൊണ്ട് പോകുമ്പോൾ ബൈനാക്കുലർ വെച്ച് സദാസമയം സർവേലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഉണക്ക കുബൂസാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അത് വളരെ പഴകിയതും വളരെ ഹാർഡായിട്ടുള്ളതൊക്കെയാണ് ചില സമയത്ത് കൊടുക്കുന്നത്. അത് ഈ ദുർഗന്ധം ആടുകളെ കുളിപ്പിക്കാറില്ല.
ആദ്യമൊക്കെ ഈ പാല് കുടിക്കാൻ ഇതായിരുന്നു, ആ പാലിൽ മുക്കിയിട്ടായിരുന്നു കഴിച്ചിരുന്നത്. 2 വർഷത്തോളം ജലം ശരീരത്തിൽ തൊട്ടിട്ടേ ഇല്ല, കുളിച്ചിട്ടേ ഇല്ല. ഒരൊറ്റ വേഷം അയാൾ കൊടുത്തത്, ഒരൊറ്റ വേഷമാണ്. 2 വർഷം ത്രൂ ഔട്ട് ആ ഒരൊറ്റ വേഷം, കുളിച്ചിട്ടേ ഇല്ല, മുടിയും താടിയും കട്ട് ചെയ്യാൻ അനുവാദമില്ല. എന്തിനു പറയുന്നത്, ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട്, ഈ മുതലാളി കുളിക്കുന്നൊക്കെ ഉണ്ട്, അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നജീബിനെ ശോധന കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ പോലും വെള്ളം കൊടുക്കാത്ത അവസ്ഥ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് മണ്ണുകൊണ്ട് വൃത്തിയാക്കാനാണ് പറയുന്നത്, ശോധന കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ആടുകളുടെ കൂട്ടത്തിൽ തന്നെ ചുറ്റും സദാസമയം ആടുകളാണ്, 700 ആടുകളാണ്, 5ഉം 10ഉം അല്ല 700 ആടുകളാണ്. അങ്ങനെ താനൊരു ആട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്നൊരവസ്ഥ, ഒരു മാനസികമായൊരു ഒരു താതാത്മ്യപ്പെടലൊരു അവസ്ഥ വിവരിക്കുന്നിടത്താണ് ഈ ആട് ജീവിതം എന്നുള്ള ആ ഒരു ടൈറ്റിൽ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയപ്പം ഭയങ്കരമായൊരു ഹൊറർ. ഇങ്ങനെയുള്ളവർ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭയങ്കരമായൊരു ഹൊറർ അതിൽ ഫീൽ ചെയ്ത്. അങ്ങനെയുള്ള ഷോർട്ട്സ് അതിലുണ്ട്. അതായത് താനൊരു ആട് തന്നെയാണ്. കാരണം അതുപോലെയാണല്ലോ, കുളിക്കുന്നില്ല, വേഷം മാറുന്നില്ല, താടിയും മുടിയും വളർത്തുന്നില്ല, സമയബോധം ദിവസബോധമെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൻ്റെ ഓർമ്മകൾ ഇടയ്ക്ക് തികട്ടി വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് വണ്ടി ഫ്ലൈറ്റ് കയറി ട്രെയിൻ കയറി ഫ്ലൈറ്റ് കയറി പോകുമ്പോൾ ഭാര്യ 8 മാസം ഗർഭിണിയാണ്. 8 മാസം ജസ്റ്റ് പ്രസവിക്കാനിരിക്കുമ്പോഴാണ് കയറുന്നത്. കയറി എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാടുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഫോൺ വിളിക്കാൻ ഇയാൾ അനുവദിക്കുന്നില്ല. ആ ഭാര്യ പ്രസവിച്ചോ, കുട്ടി ആണാണോ പെണ്ണാണോ ഒന്നും അറിയുന്നില്ല. നാട്ടിലാണെങ്കിൽ ഇയാളെക്കുറിച്ചൊരു വിവരവുമില്ല. ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്, ഒരു നല്ലവനായ ഒരു പാകിസ്ഥാനി ഡ്രൈവർ വന്നപ്പോൾ ഒരു കത്ത് എറിഞ്ഞു കൊടുക്കുകയും അത് നജീബ് വിവരിക്കുന്നുണ്ട് മറ്റ് ഇൻ്റർവ്യൂസിൽ, അത് നാട്ടിലെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സംഭവം ഒരു വശത്ത്. പിന്നീട് അതൊക്കെ തരണം ചെയ്ത് നാട്ടിലെത്തി. 95 നാട്ടിലെത്തുന്നതിനിടയിൽ ക്രോസ് ചെയ്ത് വന്ന് വീണ്ടും 9 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം പാസ്പോർട്ട് ഒന്നുമില്ല, പാസ്പോർട്ട് അടക്കം കീറിക്കളഞ്ഞു. ശമ്പളവും പൈസയും ഒന്നും കയ്യിലില്ല എന്ന് മാത്രമല്ല, പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ടും ബാഗും, അതിലാകെ കുറച്ച് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ ഉപേക്ഷിച്ച്, പാസ്പോർട്ട് പോലും ഉപേക്ഷിച്ച്, പാസ്പോർട്ട് ഇല്ലാത്തൊരാൾക്ക് തിരിച്ചു വരാനാവില്ലല്ലോ. അങ്ങനെ 9 ദിവസം ജയിലിൽ കിടന്ന്, 9-10 ദിവസം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു. ജയിലൊക്കെ നല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത് നജീബിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മരുഭൂമി എന്നല്ല വരുന്നത്. മുട്ടയടിച്ച് ചവിട്ടിക്കയറ്റി വിടുക എന്ന് പറയും ഗൾഫിൽ നമ്മൾ മലയാളി പ്രവാസികൾ. ഞാൻ 4 കൊല്ലം ദുബായിൽ ഉണ്ടായിരുന്നതാണ്. മുട്ടയടിച്ച് കുറേ പേരെ ഒന്നിച്ച് കയറ്റി വിട്ട് നാട്ടിലെത്തിയപ്പോൾ കുഞ്ഞിന് തൻ്റെ കുട്ടിയെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ റിയൽ മീറ്റിംഗ് ക്ലൈമാക്സിൽ കാണിക്കുന്നില്ല. തൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടി ഇതെൻ്റെ വാപ്പയല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു എന്നൊക്കെ നജീബ് പറയുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് കാണുമല്ലോ, കുട്ടിക്ക് 2 വയസ്സായി. നജീബിൻ്റെ ഏറ്റവും ടച്ചിങ്, ഏറ്റവും ഫീലിംഗ് ആയ സംഭവം ആ സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മുട്ടായി പോലും തൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്നൊക്കെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്. അതായത് ഒന്നുമില്ല, ടിക്കറ്റ് ആ അവസ്ഥയിൽ ടിക്കറ്റ് പോലും മറ്റുള്ളവർ എടുത്തു കൊടുത്തിട്ട് വരുമ്പോൾ ഒന്നും വാങ്ങാൻ നിർവാഹമില്ലല്ലോ, കടം വാങ്ങിയിട്ട് വാങ്ങാനും പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിച്ചതും കാണിക്കാത്തതുമായ റിയൽ നജീബിൻ്റെ ആടുജീവിതം. പിന്നീട് ബെന്യാമിൻ 2005 ബെന്യാമിൻ ബഹ്റൈനിൽ വെച്ചിട്ട് 15 വർഷം പ്രവാസം അനുഭവിച്ചിട്ടുണ്ട് ബെന്യാമിൻ. ഒരു പ്രവാസ നോവൽ എഴുതണമെന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ ഒരു കഥാതന്തു തേടി നടക്കുമ്പോഴാണ് ഈ നജീബിനെ കുറിച്ച് അറിയുന്നത്. അന്ന് നജീബ് വീണ്ടും ഈ ആടുജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ കുറച്ചോളം നിന്നതിന് ശേഷം ബഹ്റൈനിലേക്ക് മടങ്ങിയ സമയമായിരുന്നു. ബഹ്റൈനിലുണ്ടായിരുന്നു, വീണ്ടും ഗൾഫിലേക്ക് പോയി എന്നുള്ളതാണ്. പലർക്കും അറിയില്ല. അത് പോയതാണെങ്കിൽ അളിയന്മാരവിടെ ഉണ്ട്, അളിയന്മാരവിടെ ഉള്ളത് കാരണമാണ് പോയത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ചില സുഹൃത്തുക്കൾ മുഖേന, സുനിൽ എന്ന സുഹൃത്ത് മുഖേന ബെന്യാമിൻ ഈ നജീബിൻ്റെ കഥ അറിയുകയും ഇങ്ങനെയുള്ള മറ്റൊരുപാട് കഥകൾ, ഇതിലും കൂടുതൽ 38 വർഷമൊക്കെ കുടുങ്ങിപ്പോവുകയും ചെയ്ത ഒരു സ്വാമിനെ കുറിച്ച് ഒരു തമിഴിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് തമിഴ് ഭാഷ പോലും മറന്നുപോയി എന്നാണ് പറയുന്നത്. നജീബിന് 2 വർഷം മറ്റായിരുന്നെങ്കിൽ 30 വർഷമൊക്കെ കഴിയുമ്പോൾ ഭാഷ ഞാൻ മലയാളം മറന്നു പോകുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഏതെങ്കിലും അൽഷിമേഴ്സ് പോലെ രോഗം വന്നിട്ടാണെങ്കിൽ സാരമില്ല, അല്ലാതെ നോർമലായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ച ഭാഷ മറന്നു പോകുക എന്ന് പറയുമ്പോൾ റിയൽ ആട് ജീവിതത്തിൻ്റെ ട്രാജഡി, അത് ഇന്നും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും കഥകൾ, ട്രാപ്ഡായിട്ട്, ലോക്ക്ഡായിട്ട്, ബോണ്ടഡ് ലേബറായിട്ട്, ഓൾമോസ്റ്റ് സ്ലേവറി പോലെ, അടിമത്തം പോലെ അവിടെ ജീവിക്കുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും രക്ഷപ്പെടാനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ കഥ വളരെ ഹൃദയസ്പൃക്കായ രീതിയിൽ പുറത്തു കൊണ്ടിരുന്നത് കാര്യത്തിൽ ബെന്യാമിൻ വിജയിച്ചു.
മലയാളികൾ ഏറ്റെടുത്തു. ആദ്യം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ആരെയും കിട്ടിയില്ലായിരുന്നു എന്നൊക്കെ കേട്ടു. 1-2 റിജക്ഷനൊക്കെ നേരിട്ടു ഒരു മത്സരത്തിലൊക്കെ. പിന്നീട് ഗ്രീൻ ബുക്സ് അത് പബ്ലിഷ് ചെയ്തു. DC അല്ല, DC ആണ് മലയാളത്തിലെ പ്രമുഖ പബ്ലിഷർ, DC മധുരമൊക്കെയാണ്. പക്ഷേ അത്ര പ്രമുഖമല്ലാത്ത ഗ്രീൻ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നിടത്ത് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ. പിന്നീട് അത് 250 പതിപ്പുകളിലേക്ക് കയറുകയും മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകങ്ങളിലൊന്നായി സങ്കീർത്തനം പോലെ, പിന്നെ ഇംഗ്ലീഷിലെ ആൽക്കമിസ്റ്റൊക്കെ പോലെ, ഇടയ്ക്ക് വരാവുന്ന സിനിമയിലെ പോലെ തന്നെ സാഹിത്യത്തിൽ അത്രയും ഉണ്ടാവാറില്ല, ഒരു വൻ കാട്ടുതീ പോലെ ഒരു വിജയമായി. അത് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൊരു പുസ്തകം പോലെയും മറ്റു അനേകം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അത് 2008 പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ ഇത് സിനിമയാക്കാൻ എന്നുള്ള തീരുമാനം ഉണ്ടാവുകയും അവിടെയാണ് ബ്ലസ്സിയുടെ രംഗപ്രവേശം. നിയോഗങ്ങളുടെയും നിമിത്തങ്ങളുടെയും ആകസ്മികതകളുടെയും സമാഗമങ്ങളുടെയും കൂടിച്ചേരലാണ് ഞാൻ വിവരിക്കുന്നത്. 2008 പുസ്തകം ഇറങ്ങിയപ്പോൾ സിനിമയാക്കാൻ ആദ്യം ഉദ്ദേശിച്ചത് ലാൽ ജോസിനായിരുന്നു അത്ര. ലാൽ ജോസ് നമുക്കറിയാം, അറബിക് കഥയൊക്കെ എടുത്തത് ലാൽ ജോസാണ്. അപ്പോൾ ലാൽ ജോസിന് എന്തോ കാരണവശാൽ നടക്കാത്തത് കൊണ്ടാണ് ബ്ലസ്സി രംഗപ്രവേശനം ചെയ്യുന്നത് 2008 തന്നെ. പൃഥ്വിരാജും ആയിട്ട് തീരുമാനമായി. പൃഥ്വിരാജും ആ ടീമിൽ ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് തന്നെ പൃഥ്വിരാജ് തന്നെ വേണമെന്ന് ബ്ലസ്സിക്ക് താല്പര്യമായിരുന്നു. അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ പരകായ പ്രവേശം, നജീബിലേക്കുള്ള പരകായ പ്രവേശത്തിന് അവിടെ ഒപ്പ് വെക്കുന്നത്. അത് മമ്മൂട്ടിൻ്റെ പോക്കിരി രാജ എന്ന സെറ്റിൽ വെച്ചായിരുന്നു ബ്ലസ്സി ആദ്യമായി പൃഥ്വിരാജിനടുത്ത് ഇത് പറഞ്ഞതെന്നും ആദ്യമായി മമ്മൂട്ടിയോടാണ് താനിത് പങ്കുവെച്ചതെന്നൊക്കെ പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അതും ഒരു തുടക്കം മാത്രമായിരുന്നു. 2008 തൊട്ട് 2015 വരെ എങ്ങാനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 7 വർഷം അങ്ങനെ പോയി. പിന്നെ പ്രൊഡ്യൂസറെ കണ്ടെത്താനും ഫണ്ടിനും വേണ്ടി ഇവർ ബുദ്ധിമുട്ടിയൊരു സംഗതി പറയുന്നുണ്ട്. എന്തുകൊണ്ട് 10 കൊല്ലം കഴിഞ്ഞു ഷൂട്ട് തുടങ്ങാൻ എന്നുള്ളത്. 2008 ഒപ്പിട്ട് കഴിഞ്ഞാൽ 2018 2020 ആവുന്നുണ്ടല്ലോ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി. അത് ഈ 70 കോടി 80 കോടി ബഡ്ജറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ബഡ്ജറ്റ് കണ്ടെത്താൻ വേണ്ടി പ്രൊഡ്യൂസറും ഫണ്ടിനും ബുദ്ധിമുട്ടിയൊന്നും പിന്നീട് മുന്നോട്ട് വന്നത് ഈ സിനിമയിൽ തന്നെ ഇബ്രാഹിം ഖാദ്രിയായി വേഷമിട്ട ജീൻ ലൂയിസ് എന്ന് പറയുന്ന ആ ഒരു നടനാണ്, വിദേശ നടനാണ്. ആ ചങ്ങായി ഇബ്രാഹിം ഖാദ്രി ഇതിൽ രക്ഷകൻ്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു റോളാണ്, നന്നായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട റോളുകളിൽ ഒന്നാണത്. അദ്ദേഹത്തിന് ആ മരുഭൂമി ഡെസർട്ട് ക്രോസിങ്ങിൽ അദ്ദേഹം ഇവർ രണ്ടുപേരും താങ്ങിയെടുത്ത് നടക്കുന്നതും കാലൊക്കെ വെച്ച് കെട്ടുന്നതും സ്വന്തം തുണിയെ പിന്നെ ഷൂസൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഊരി കൊടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നതും നമസ്കരിക്കുന്നതും പിന്നെ സിനിമയിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു മരണരംഗമുണ്ട് ഈ നജീബിൻ്റെ കൂടെയുള്ള ഒരാളുടെ. ആ രംഗം അതൊരു ഭയങ്കരമായ കരയാതെ ഈ സിനിമ മുഴുവൻ കണ്ണ് നിറയാതെ കരയാതെ തീർക്കാൻ ആർക്കും ആവൂല എന്ന് ഞാൻ വെല്ലുവിളിക്കണം, എഴുതി ഒപ്പിട്ടുതരാം. അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ജീൻ ലോയ്സ് ആണ് ഇത് പ്രൊഡ്യൂസറായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ ഫണ്ട് വന്നപ്പോൾ വീണ്ടും തുടങ്ങി. 2018 19 അങ്ങനെ ഷൂട്ട് തുടങ്ങുകയാണ്. നാട്ടിലത്തെ ഷൂട്ട് ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ ജോർദാനിലെ വാദിറാം എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ടിന് പോവുകയാണ്. ഷൂട്ടിന് പോയിട്ടെന്ന് പറയുമ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്താലെന്നൊക്കെ പിന്നെ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി ഇവർ ആദ്യം തീരുമാനിച്ചത്ര. 10-20 ആടുകളൊക്കെ അവിടുന്ന് ആടുകൾ ആ രാജസ്ഥാൻ മരുഭൂമിയിലില്ല, ഈ പ്രത്യേകതര ആടുകൾ ആ സിനിമ അറേബ്യൻ മരുഭൂമിയിലുള്ളത്. അതിനെ ഷിപ്പിൽ കൊണ്ടുവന്നാൽ അതൊക്കെ പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടി. പിന്നെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ജോർദാനിലെ വാദിറാം മരുഭൂമിയിലേക്ക് എല്ലാ സെറ്റും കാസ്റ്റ് ആൻഡ് ക്രൂ 150 പേരുണ്ടാവുമല്ലോ. ഒരു വിദേശ രാജ്യമായ ജോർദാനിൽ അധികം ഷൂട്ട് നടക്കാത്ത അവിടുത്തെ വാദിറാം എന്ന മരുഭൂമിയിലേക്ക് പോകുന്നത്. നിർഭാഗ്യവശാൽ പറയട്ടെ, ജനുവരിയിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ഷൂട്ട് നടത്താൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വന്നു. കൊറോണ, ലോക്ക്ഡൗൺ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ് നമുക്കറിയാലോ. എന്നിട്ടും അവിടുത്തെ അതോറിറ്റീസ് ഇവരെ കാര്യം പരിഗണിച്ചുകൊണ്ട് ജോർദാനിലെ നല്ലവരായ അതോറിറ്റീസ് ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തു. സേഫ്റ്റി കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കർശനമായി. നമുക്കറിയാമല്ലോ, ലോക്ക്ഡൗണും ആ കൊറോണൻ്റെ ഭയവും കൂടി വരുന്ന ഒരു സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നജീബ് അനുഭവിച്ച അതേ കാര്യങ്ങൾ ഇവർ അവിടെ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മളിവിടെ പത്രങ്ങളിലൊക്കെ വായിച്ചു ഓർമ്മയുണ്ട്, ആടുജീവിതത്തിൻ്റെ ടീം ജോർദാൻ മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നു. പലരും പല സ്ഥലത്ത് കുടുങ്ങിപ്പോയത് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ നമുക്കറിയാം ആ സമയത്ത്. അപ്പോൾ ഈ ആടുജീവിതത്തിൻ്റെ ഈ സംഘം, വലിയ സംഘം 150 അതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അവർ, പൃഥ്വിരാജ്. അവരവിടെ കുടുങ്ങിയ സമയത്തുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഫണ്ട് കാര്യങ്ങൾ വെറുതെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലവ് കൂടി വരികയാണല്ലോ. ഷൂട്ട് ചെയ്യാൻ ആദ്യം അനുവാദം കിട്ടി, പിന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പായി. പിന്നെ ഷൂട്ടും ചെയ്യാൻ കഴിയില്ല, തിരിച്ചും പോകാൻ കഴിയില്ല.
മരുഭൂമിയിൽ അകപ്പെട്ട മരുഭൂമിൻ്റെ നടുക്ക് അകപ്പെട്ട നാളെ എന്ത് രക്ഷയുണ്ടോ, ഷൂട്ട് നടക്കുമോ, നജീബ് തിരിച്ച് നാട്ടിലേക്കൊരു തിരിച്ചുപോക്കുണ്ടോ, അതോ ഇവിടെ മരണമാണോ, എന്താണ് തൻ്റെ അവസ്ഥ, ഇയാളെ കൈകൊണ്ട് മരിക്കുമോ, ഈ ആടുകളുടെ കൂട്ടത്തിൽ മരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ ഇവരും അനുഭവിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്ലസ്സിയും ആ സമയത്ത് ബ്ലസ്സി ഒരു നജീബായി മാറുകയാണ്. പൃഥ്വിരാജും അതുപോലെ ഷൂട്ട് നടക്കും, നമ്മൾ നടത്തും എന്നുള്ളൊരു ഉറപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ മുന്നിൽ എന്താണെന്നുള്ള എത്ര നാൾ, എത്ര വർഷങ്ങൾ, എത്ര മാസങ്ങൾ നീണ്ടു നിൽക്കുന്നറിയില്ല. അങ്ങനെ അവരും അവിടുന്ന് അവസാനം മെയിലെങ്ങാനും ഈ കാസ്റ്റ് ആൻഡ് ക്രൂ മൊത്തം അവിടുന്ന് പിന്നെ ഇന്ത്യൻ്റെ വന്ദേ ഭാരത് മിഷൻ ഉണ്ടായിരുന്നല്ലോ, ഇവാക്വേഷൻ മിഷനിൽ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരിക ചെയ്തത്. പിന്നീട് ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ സമയത്ത് ഷൂട്ട് പുനരാരംഭിക്കുകയും അൾജീരിയയിലുള്ള യഥാർത്ഥ സഹാറ മരുഭൂമിയിൽ തന്നെ അത് പിന്നെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫെക്ഷനിസം, അതിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി പിന്നെ അൾജീരിയയിൽ ഉള്ള ഈ പറയുന്ന ആഫ്രിക്കയിലുള്ള സഹാറ മരുഭൂമിയിലൊക്കെ നമ്മൾ കാണുന്ന മരുഭൂമികളൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മരുഭൂമികളാണ്. അപ്പോൾ ആ മരുഭൂമി ജീവിതം ഇതിൽ പ്രകൃതി അല്ലെങ്കിൽ എലിമെൻറ്റ്സ് ഒരു ഭയങ്കരമായൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതായത് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വെള്ളം, ജലം. നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ കയ്യിലൊരു കുപ്പി വെള്ളം കരുതുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ദാഹം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ആ രീതിയിൽ നമ്മൾ ദാഹം, വിശപ്പിനേക്കാളും ദാഹം എന്ന വികാരം, മരണം ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ മരുഭൂമി ഇത്ര നന്നായി എടുത്തു വെച്ച മറ്റൊരു പടം മലയാളത്തിലോ മറ്റ് ഇന്ത്യൻ ഭാഷകളിലുണ്ടോ എന്ന് സംശയമാണ്. അതിൽ ഈ കഴുകന്മാരുടെ ഒരു രംഗമുണ്ട്. കൂടുതൽ പറയുന്നില്ല സിനിമേൻ്റെ രസം കളയാതിരിക്കാൻ വേണ്ടി. എങ്കിലും ആ രംഗം, പാമ്പുകൾ കടന്നു വരുന്ന മരുഭൂമിയിലെ റാറ്റ്ലിംഗ് സ്നേക്ക്, സൈഡ് വൈൻഡിങ് റാറ്റ്ലിംഗ് സ്നേക്ക് എന്നാണ് അതിന് പറയുക. സൈഡ് വൈൻഡിങ്, ഇങ്ങനെ സൈഡ് എല്ലാ പാമ്പുകളും ഇങ്ങനെ നേരെയല്ല പോവുക, ഈ പാമ്പ് ഇങ്ങനെ പോവുക. കാരണം ആ ചൂട്, മരുഭൂമിയിലെ ചൂട് പിന്നെ താങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രകൃതി ഒരുക്കിയ ആ പാമ്പിന് സൈഡ് വൈൻഡിങ് ചെയ്യാൻ പരിണാമപരമായിട്ട് ഒരുക്കിയ ഒരു സംഭവമാണ് ഈ സൈഡ് വൈൻഡിങ് റാറ്റ്ലിംഗ് സ്നേക്ക്. അത് നല്ല വിഷമുള്ളതെന്ന് തോന്നുന്നു. റാറ്റ്ലിംഗ് ആണ്, അതിൻ്റെ ബാക്കിലെ വാലിങ്ങനെ ണ്ട് ഇളകുന്ന സാധനമാണ് സൈഡ് വൈൻഡിങ് റാറ്റ്ലിംഗ് സ്നേക്ക്. അതിനാന്ന് തോന്നുന്നു ആ പാമ്പിനെ കാണിക്കുന്നുണ്ട്. നജീബ് പറയുന്നുണ്ട് പാമ്പ് കടിച്ച് കുറേ ആടുകളൊക്കെ മരിച്ചു, അതുപോലെ തന്നെയും കടിക്കട്ടെ എന്ന് പറഞ്ഞ് മണ്ണിലിറങ്ങി കിടക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആടുകൾ, ഒട്ടകങ്ങൾ എല്ലാം ഇതിൽ കഥാപാത്രമാണ്. പ്രകൃതി, മണ്ണ്, വെള്ളം, നാട്ടിലെ വെള്ളം, നാട്ടിലെ പുഴ, ആറാട്ടുപുഴക്കാരനാണ്. ആലപ്പുഴയിലെ ആറാട്ടുപുഴക്കാരനാണ് നജീബ്. എല്ലാത്തിലും പുഴയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോഴും കടലിൽ ജോലിയൊക്കെ പോകുന്ന ആളാണ് ഈ നജീബ് എന്ന കഥാപാത്രം, റിയൽ ലൈഫ് കഥാപാത്രം. അപ്പോൾ അത്രത്തോളം ജലത്തിൽ മുങ്ങിക്കുളിക്കുകയും പിന്നെ വീട്ടിൻ്റെ അടുത്തൊക്കെ പോയി പുഴയിലൊക്കെ കുളിക്കുകയും ചെയ്യുന്ന ആളാണ്. മരുഭൂമിയിൽപ്പെട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, കുളിക്കാനില്ലാതെ, നനയ്ക്കാനില്ലാതെ, ആ ഒരു കോൺട്രാസ്റ്റ് വളരെ ഗംഭീരമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോ മലയാളിക്കും അത് ഫീൽ ചെയ്യും. ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, എലിമെൻറ്റ്സ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാറ്റ്, മണ്ണ്, ജലം, പിന്നെ കണ്ണുനീർ, വിയർപ്പ് എല്ലാം വെള്ളമാണല്ലോ. ഈ ഒരു സംഭവങ്ങൾ, പിന്നെ റിയൽ ലൈഫ് സംഭവം പറയുന്നുണ്ട്. ഒരു ആൺകുട്ടീനെ പ്രസവിച്ചപ്പോൾ, ഒരു ആട് പ്രസവിക്കുകയും അതൊരു ആൺകുട്ടിയായിരുന്നപ്പോൾ നജീബ് തൻ്റെ നാട്ടിലെ ഭാര്യയെ ഓർത്തുവെന്നും ആട്ടിൻകുട്ടിക്ക് നബീൽ എന്ന് പേര് വെക്കുകയും പിന്നെ അതിനെ നബീൽ എന്ന് വിളിക്കുകയും അവസാനം ആടുകളോടൊക്കെ വിട ചോദിക്കുന്ന രംഗം, ഈ മൃഗങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, ആടുജീവിതം, താനൊരു ആടാണോ എന്ന് ചിന്തിച്ചു പോകുന്ന വിധം ആടുകളും ഒട്ടകങ്ങളൊക്കെ ആയിട്ട് താതാത്മ്യപ്പെട്ടല്ലോ. 700 ആടുകളാണ്. അതിൽ ചിലതിൻ്റെയൊക്കെ വൃഷണങ്ങൾ തകർത്ത് കളയൊക്കെ ചെയ്യത്ര ഈ പെട്ടെന്ന് വളരാൻ വേണ്ടി, ഈ കാട്ടറബികൾ. അതൊക്കെ തനിക്ക് വളരെ വേദനാജനകമായി തോന്നിയിരുന്നുവെന്നും ആട്ടിനെ കറക്കാൻ ആദ്യം ബുദ്ധിമുട്ടിയതും ഒന്ന് സഹകരിക്കണേ നാടിനോട് പറയുന്നതും അവസാന ആടുകൾ പോരാൻ നേരത്ത് ഈ ആട്ടിൻ പറ്റത്തിനോടൊക്കെ വിട ചോദിക്കുന്ന രംഗമൊക്കെ എന്താ പറയുക, പറഞ്ഞ് അതിൻ്റെ രസം കളയുന്നില്ല. ഒരുപാട് പറയണമെന്ന് വിചാരിച്ചാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ലെങ്ത്ത് വളരെ നീണ്ടു കഴിഞ്ഞു എന്നറിയാം, എങ്കിലും എന്തൊക്കെയോ പറയാനുള്ളത് പോലെ ഉണ്ട്. പൃഥ്വിരാജ് വെയിറ്റ് കുറച്ച്, കറക്റ്റ് മെയിൻ പോയിൻ്റ്. പൃഥ്വിരാജ് ഈ പടത്തിൻ്റെ മേക്കിങ്ങിൽ ഈ പറയുന്ന 2020 കാലയളവിൽ പിന്നെ വെയിറ്റ് കുറച്ച് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിനായിട്ട്, അത് എത്രത്തോളം അസ്ഥിപഞ്ജരം പോലെ ആകാമോ അത്രത്തോളം അസ്ഥിപഞ്ജരം പോലെ ആകാൻ വേണ്ടി ഒരു ശ്രമം തുടങ്ങിയെന്നും അങ്ങനെ 30 കിലോ, ആലോചിച്ച് നോക്കി, 2-3 കിലോ കുറക്കാനുള്ള പ്രയാസം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. വെയിറ്റ് കുറക്കാൻ ശ്രമിച്ചവർക്ക്
30 കിലോ കുറക്കുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഷൂട്ട് സ്റ്റക്കായ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും മെലിഞ്ഞ അവസ്ഥയിൽ വല്ല ജീവന് വല്ല റിസ്ക് ഉണ്ടോ എന്നുള്ള ഭയം കാരണം ലേശം പിന്നെയും കൂട്ടുന്നു. അത് മനസ്സിലായി. പിന്നെയും ഷൂട്ട് കൊടുക്കുമ്പോൾ വീണ്ടും കുറക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവിശ്വസനീയമായി തോന്നുന്ന വിധം. സത്യത്തിൽ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ ആടുജീവിതം വായിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് സിനിമാസ്വാദനം നന്നായി നടന്നു. സത്യത്തിൽ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വായിക്കണമെന്നൊന്നും നിർബന്ധമില്ല. വായിച്ചവരുടെ ആസ്വാദനം വേറെ ആയിരിക്കാം. വായിച്ചിട്ടില്ലാത്തവർ യാതൊരു മുൻവിധിയില്ലാണ്ട് എനിക്ക് ഉണ്ടായ ഹൈപ്പ് ഈ പൃഥ്വിരാജിൻ്റെ ഈ ഡയറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ലോക്ക്ഡൗൺ സമയത്ത് മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ സമയത്തൊട്ടേ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഡയറ്റിങ്ങും 30 കിലോ കുറച്ചതും വീണ്ടും കൂട്ടിയതും വീണ്ടും കുറച്ചതൊക്കെ കേട്ടപ്പോൾ അത്ഭുതം തോന്നി. പിന്നീട് ഫൈനലി ഈ AR റഹ്മാൻ്റെ പാട്ടാണ് ഓഡിയോ ലാഞ്ചിൻ്റെ സമയത്ത് റിലീസായ പാട്ട് പെരിയോനെ എന്നുള്ള പാട്ട്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ, മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ. AR റഹ്മാൻ മലയും കുഞ്ഞിലൂടെ തിരിച്ചു വന്നെങ്കിലും അത് വലിയൊരു സംഭവമായി തോന്നിയിട്ടില്ലായിരുന്നു ആയിരിക്കും തന്നെ. പക്ഷേ ഇതിൽ ഈ ഒരു സാധനം കേട്ടപ്പം ഭയങ്കരമായ ഫീല് അനുഭവപ്പെടുകയും പിന്നീട് നജീബിൻ്റെ ഇൻ്റർവ്യൂസും വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥമായ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോടായിട്ട് പങ്കുവെച്ചത്. എന്തുതന്നെയാലും പടം കാണുക. പൃഥ്വിരാജ് വെൽ ഡൺ, ബ്ലസ്സി സാർ വെൽ ഡൺ, നജീബ് സാർ വെൽ ഡൺ. നജീബ് സാറിനോട് വെൽ ഡൺ എന്നൊന്നും പറയാനില്ല. മൂപ്പര് ബൈ ചാൻസ് ആ ഒരു അകപ്പെട്ട സിറ്റുവേഷനിൽ യഥാർത്ഥ ലൈഫിൽ ചെയ്യേണ്ടത് ചെയ്തു. അത് പലർക്കും ഒരു പ്രോത്സാഹനവും ആവേശമൊക്കെ ആയി. പക്ഷെ ഒരു കലാസൃഷ്ടിക്ക് വേണ്ടി ഇത്രയും എഫേർട്ടും റിസ്ക്കും ത്യാഗവും സഹിക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ബൈ ചോയ്സ്. അത് ചെയ്ത ടീമിന് ബ്ലസ്സി ആൻഡ് ടീം, പൃഥ്വിരാജ്, മേക്കപ്പ്, മറ്റ് ആക്ടേഴ്സ് ഞാൻ പറഞ്ഞ ജീൻ പോള്, പിന്നെ ഹക്കീമായിട്ട് അഭിനയിച്ച ഒരു പേരെന്താ ഗോകുൽ, പിന്നെ കാട്ടറബിയായിട്ട് അഭിനയിച്ച താലിബ് ബലൂച്ചി, പിന്നെ അങ്ങനെ എല്ലാവരും തന്നെ. ലാസ്റ്റ് കരുണാവാനായ അറബിയായിട്ട് അഭിനയിച്ച കാറിൽ ഡ്രോപ്പ് ചെയ്യുകയും പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടി എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആ അറബിയും, നല്ല സൗമ്യനായ അറബിയും, എല്ലാവരും തന്നെ കാസ്റ്റ് കുറച്ച് പേരേ ഉള്ളുവെങ്കിലും വളരെ വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. മേക്കിങ്ങിൽ അപാരമാണ്. ഓസ്കാർ അവാർഡ് കിട്ടിയാൽ കിട്ടേണ്ടതാണ് ശരിക്കും. ഓസ്കാർ അവാർഡിന് പരിഗണിക്കും, എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അയക്കും. ഈ സ്ലം ഡോഗ് മില്യനെയറിനും ഇപ്പോൾ RRRനെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഇതിന് ഓസ്കാറിൽ കുറഞ്ഞതൊന്നും സൂട്ടല്ല. ഓസ്കാർ അത് ഏത് കാറ്റഗറിക്കായാലും, ആക്ടിങ്ങിലായാലും മേക്കിങ്ങിലായാലും ഡയറക്ഷനായാലും ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഓസ്കാറും ഒരു അനേകം നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാരിക്കൂട്ടുന്ന ദൃശ്യം ഇനി കാണാവുന്നതാണ്. എന്തിനായാലും ഇങ്ങനെയുള്ള ഈ റിയൽ ലൈഫ് സ്റ്റോറീസ് നമ്മൾ പുറത്തറിയുന്നത് ഈ കഥകളിലൂടെയും നോവലുകളിലൂടെയും സിനിമകളിലൂടെയാണെന്നുള്ളതും വളരെ വിചിത്രമായി തോന്നുന്നു. നജീബിനെ കുറിച്ചും അങ്ങനെ ഒരു പ്രവാസത്തിൻ്റെ ഇങ്ങനൊരു വശത്തെക്കുറിച്ചും ഇതൊരു എക്സ്ട്രീം കേസാണ്. എല്ലാവരും ഇങ്ങനെയല്ല, നല്ല നിലയ്ക്ക് സുഖമായി ജീവിക്കുന്നവരുമുണ്ട്. ഈ മസ്രകൾ എന്നെങ്ങനെ അതിന് പറയാൻ, ഈ വലിയ ആട്ടിൻ കൂട്ടങ്ങൾ മരുഭൂമിയിലുള്ള അങ്ങനെ അവിടങ്ങളിൽ പോലും ശമ്പളം മേടിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ സുഖമായി ജീവിക്കുന്നവരുമുണ്ട്. ഇതുപോലെ അടിമ സമാനമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. അതിൽ പോലും 2 തരം ഉണ്ട്. എന്തിനാലും ഇതൊരു എക്സ്ട്രീം കേസാണ്. ബാക്കി മെജോറിറ്റിയും ബൈ ചോയ്സ് ഹാപ്പിലി അവിടെ ജീവിക്കുന്നവരെ നമുക്കറിയാം. യൂസഫ് അലിയൊക്കെ പ്രവാസി തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള റിയൽ ലൈഫ് ഹീറോസ്, നമ്മൾ 2018 ടാഗ് ലൈനിൽ പറഞ്ഞ പോലെ സ്റ്റോറി ഓഫ് അൺസങ് ഹീറോസ്. ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് മറ്റൊരു ഉദാഹരണമാണ്. അവർ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടപ്പോൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ, അറിയാൻ വൈകിപ്പോയല്ലോ, ആരും പറഞ്ഞില്ല എന്ന് തോന്നി. കാരണം എത്രയോ വർഷം മുമ്പ് നടന്ന സംഭവം കേരളത്തിൽ എന്തുകൊണ്ടാണ് കോഴികൾക്കും ഉണ്ടാക്കുന്ന വാർത്തയായില്ല എന്ന് അത്ഭുതം തോന്നി. സിനിമൻ്റെ അവസാനം അച്യുതാനന്ദൻ അന്നത്തെ മുഖ്യമന്ത്രിയോ ഇവർ റിയൽ മഞ്ഞുമ്മൽ ബോയ്സിന് മെഡൽ കൊടുക്കുന്ന ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും അതെന്തുകൊണ്ട് അത്രയും വലിയ വാർത്തയായില്ല? ആ നാട്ടിൽ മഞ്ഞുമ്മൽ പോലും പള്ളിയിൽ അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഇവർ സഹിച്ച ത്യാഗങ്ങളൊക്കെ പിന്നീട് പുറത്തറിഞ്ഞതൊക്കെ സിനിമയിലും കാണിക്കുന്നുണ്ട്, റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ നജീബിൻ്റെ കേസിലും നജീബ് അവിടെ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും നജീബ് ഇവിടെ വീട്ടിൽ ഭാര്യനോട് പോലും വന്ന് പറഞ്ഞില്ല എന്നും മനസ്സിലാക്കാൻ പറ്റി. പുസ്തകം പുറത്തു വരുന്നവരെ ഇത്രയും വലിയ ത്യാഗങ്ങൾ, ഇത്രയും വലിയ സംഭവമാണ് അവിടെ അനുഭവിച്ചെന്നുള്ളത് ഈ അളിയന്മാർക്കോ വീട്ടുകാർക്കോ ഫാദറിനോ ഭാര്യക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ നജീബ് അറിയിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ബെന്യാമിൻ്റെ പുസ്തകം വന്നപ്പോഴാണ് ഭാര്യയും നാട്ടുകാരും വീട്ടുകാർ പോലും ഇത് അറിയുന്നത് അത്ര.
അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 2018 ആയിക്കോട്ടെ, ഒരുപാട് ഇപ്പോൾ പേരില്ലാത്ത മുഖമില്ലാത്ത പ്രളയ ഹീറോസ്, അതിലെ നായകൻ മറ്റുള്ളവരെ രക്ഷിച്ച് സ്വയം മുങ്ങിത്താഴുന്നതുപോലെ മഞ്ഞുമൽ ബോയ്സിലെ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹൃദത്തിന്, മഞ്ഞുമൽ ബോയ്സ് റിയൽ സ്റ്റോറിയാണ്. ഒരു ഗുണ കേവിൽ നിന്ന് ഒരുത്തനും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല ഇന്നോളം. ഒരു കേന്ദ്രമന്ത്രിൻ്റെ മോൻ വീണിട്ട് വരെ സർവ്വസേനയും വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ഇവർ റിസ്ക് എടുത്ത് സ്വയം ഗുണ കേവിലേക്ക് ജീവൻ പണയം വെച്ച് ഇറങ്ങിയിട്ട് രക്ഷപ്പെടുന്ന സുഭാഷ്. പക്ഷേ ആ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഇതിലെ യഥാർത്ഥ ഹീറോസിനെയും വേണ്ട വിധത്തിൽ റിമ്യൂണറേറ്റ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അത് പലരും പറഞ്ഞു കണ്ടു, ആടുജീവിതത്തിൽ നജീബിൻ്റെ കേസിലൊക്കെ പ്രത്യേകിച്ചും. കോടികൾ ഇൻഡസ്ട്രിയിൽ അവർ പേരും പ്രശസ്തിയും നേടുന്നതിനോടൊപ്പം അവർക്ക് ലൈഫ് സെറ്റിൽമെൻ്റ് ആവുന്ന രീതിയിൽ കാണാനും നിങ്ങൾക്ക് പറ്റുമല്ലോ, സിനിമാക്കാർക്കൊക്കെ പ്രത്യേകിച്ചും. പൃഥ്വിരാജിനെ തന്നെ മുൻകാല മൊയ്തീനൊക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കാഞ്ചനമാല ചേച്ചിയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അതേ നിലയിൽ തന്നെയാണ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ ഉദ്ഘാടനത്തിന് പോകാനല്ലാതെ ഒരു ലൈഫ് സെറ്റിൽമെൻറ്റ് ഇവർക്കൊക്കെ ഇങ്ങനെ ഇവരെ ജീവിതം സിനിമയാക്കുമ്പോൾ കാണേണ്ട വിധത്തിൽ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കഥകൾ ചിലപ്പോൾ പുറത്ത് വരുമായിരിക്കും. അല്ലെങ്കിലും അത് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളൊരാളെ പാട്ട് കോപ്പി അടിച്ചാലോ കഥ കോപ്പി അടിച്ചാലോ പുറത്തേക്ക് പോകുന്ന കാലത്ത് ഒരാളെ ജീവിതം തന്നെ കോപ്പി അടിക്കുമ്പോൾ പേരും പ്രശസ്തിയും മറിഞ്ഞു പോകുന്നതാണ്. പക്ഷേ അവരെ ജീവിതം സെറ്റിലാവുന്ന രീതിയിൽ അവർക്ക് സാമ്പത്തികമായി അവരെ കാണേണ്ട വിധത്തിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുതന്നെയായാലും മലയാളത്തിൽ വന്ന പ്രവാസ സംബന്ധമായ സിനിമകൾ, ഈ പ്രവാസികൾക്ക് ഈ സിനിമ വളരെ ടച്ചിങ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയൊന്നും എക്സ്ട്രീമിലേക്ക് പോവില്ലെങ്കിലും ആ ഒരു ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന വികാരം, ഗൃഹാതുരത്വം, നാടിനോടുള്ള സ്നേഹമൊക്കെ ഏറ്റവും കൊണ്ടു നടക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളാണ്. അപ്പോൾ അവർക്ക് നിർഭാഗ്യവശാൽ ഗൾഫിൽ ഈ സിനിമ അവർ തൽക്കാലം റിലീസ് ചെയ്തിട്ടില്ല എന്ന് അറിവായത്. സമ്പൂർണ്ണമായ ബാൻ ഉണ്ടോ എന്നുള്ള അറിയില്ല. സെൻസർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾ നടന്നിട്ടില്ല ഇന്നലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും. ഒരു UAE ഒഴിച്ച് UAEയിൽ മാത്രം സിനിമ ഇന്നലെ റിലീസായി. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊന്നും. ഇതിൽ അഭിനയിച്ച അയാൾ ഒമാനിയാണ്. ഈ കാട്ടറബിയായിട്ട് അഭിനയിച്ച ആൾ ശരിക്കും ഡോക്ടറാണ്. ഈ താലിബ് ബലൂച്ചി എന്ന് പറയുന്ന ആൾ ഒമാനിലെ ഡോക്ടറാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഒമാനിൽ പോലും ആ സിനിമ റിലീസില്ലാന്ന് തോന്നുന്നു. UAEയിൽ മാത്രമല്ല റിലീസെന്ന് കണ്ടത്. എന്തായാലും സാരമില്ല, OTT മറ്റു ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. കാതലും ഇതുപോലെയായിരുന്നു. അപ്പോൾ പ്രവാസ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല പ്രവാസ സിനിമകളിൽ എണ്ണം പറഞ്ഞത് ഒന്നായി ഇത് പരിഗണിക്കപ്പെടും. ഇതിന് മുമ്പ് വന്നിട്ടതിൽ ഗദ്ദാമ, കമലിൻ്റെ ഗദ്ദാമ ഒരു പരിധിവരെ ഇതുപോലൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഗദ്ദാമ വെച്ചാൽ ഹൗസ് മെയ്ഡ്, സർവൻ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ ഇതേ സമാനമായ ഒരു സംഭവം തന്നെയാണ്, ഒരു ആടുജീവിതം തന്നെയായിരുന്നു. കാവ്യ മാധവൻ അത് ഇത്രയൊന്നും മേക്കിങ്ങിൽ അത്ഭുതം കാണിക്കാനുള്ള, മരുഭൂമിയൊന്നും കാണിക്കാനുള്ള ഇതിൽ ഫെസിലിറ്റി ആയില്ല. പക്ഷേ ചെയ്യേണ്ട വൃത്തിക്ക് ചെയ്തൊരു പടമായിരുന്നു. കാണാത്തവരെന്നെ കാണുക. കമലിൻ്റെ ഗദ്ദാമ അതും അവിടെ ബാൻ ചെയ്യപ്പെട്ട പടമായിരുന്നു മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതിന് മുമ്പ് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറബിക്കഥ പത്തേമാരി റിയൽ പ്രവാസി ഇഷ്യൂ, റിയാലിറ്റിയിൽ ചർച്ച ചെയ്യുന്ന സലീം അഹമ്മദിൻ്റെ കുഞ്ഞനന്ദൻ്റെ കടയും ആദാമിൻ്റെ മകൻ അബു എന്നീ 2 സിനിമകൾ. പിന്നെ ഈ പത്തേമാരി 3 സിനിമകൾ അയാൾ എടുത്തിട്ടുള്ള എൻ്റെ അറിവിൽ. അയാളുടെ പത്തേമാരി റിയൽ മെജോറിറ്റി മിഡിൽ ക്ലാസ് പ്രവാസി ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നൊരു പടമാണ്. അതിൽ ഒരു രംഗം മറക്കാൻ പറ്റില്ല. ഈ മമ്മൂട്ടിൻ്റെ കഥാപാത്രം നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയ തോതിൽ ബോംബെ വഴി ഗൾഫിലെത്തി അവിടുന്ന് ജീവിതം മുഴുവൻ ഹോമിച്ച് ഏട്ടനെയും കുടുംബത്തെയും ഭാര്യനെയും മക്കളെയും എല്ലാവരെയും സഹായിച്ച് വലുതാക്കി അവസാനം ഒരു സ്വപ്ന ഭവനം വെച്ച് ആ ഭവനത്തിലേക്ക് വരാൻ ഇയാൾക്ക് യോഗം ഉണ്ടായില്ല. ഇയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഗൾഫിൽ അവിടെ വിദേശത്ത് വെച്ച് തന്നെ മരണപ്പെട്ട നാരായണൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പുതിയ വീട്ടിലേക്ക് വരുന്നത് നാരായണൻ്റെ ഡെഡ് ബോഡിയാണ്. അയാൾ ആശിച്ചെടുത്ത സ്വന്തം വീടാണ്. ബാക്കി എല്ലാവർക്കും വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിക്കൊടുത്ത് സ്വന്തം വീട്ടിലേക്ക് ആഗ്രഹത്തോടെ വരാൻ സാധിക്കാതെ ഡെഡ് ബോഡി വന്നപ്പോൾ മക്കൾ പറയുന്നുണ്ട്, പുതിയ വീടല്ലേ, ആദ്യം തന്നെ ഡെഡ് ബോഡി വെക്കണോ, വീട്ടിലേക്ക് എടുക്കണ്ട അച്ഛൻ്റെ ഡെഡ് ബോഡി എന്ന് പറയുന്ന രംഗത്തിൽ ആ സിനിമേൻ്റെ എല്ലാ ടോട്ടാലിറ്റി ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ ആകസ്മികമായി പറഞ്ഞതേ ഉള്ളൂ. പത്തേമാരി ഗംഭീരമായി റിയാലിറ്റി, മെജോറിറ്റി മിഡിൽ ക്ലാസ് പ്രവാസികളുടെയും ഇഷ്യൂസ് ഇത്രയും എക്സ്ട്രീം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നവരുണ്ടായിരുന്നു. അതിനു മുമ്പ് ഗർഷവും ഉണ്ടായിരുന്നു. KT കുഞ്ഞു മുഹമ്മദിൻ്റെ പ്രവാസി പരദേശിയൊക്കെ എടുത്ത ഗർഷവും, പിന്നെ കുഞ്ഞു മുഹമ്മദ് എടുത്ത ഗർഷവും നല്ലൊരു ടച്ചിങ് പടമായിരുന്നു. മുരളി അഭിനയിച്ച ഉർവശി. പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമിഴികളെല്ലാം എന്ന് രമേശ് നാരായണൻ പാടി. ഹിന്ദുസ്ഥാനി സിംഗർ രമേശ് നാരായണൻ, നമ്മുടെ നാട്ടുകാരാണ്, കൂത്തുപറമ്പാരെ.
പാടിയ പാട്ട് ആ സിനിമയിലാണ്. അത് ഗൾഫിൽ നിന്ന് മടങ്ങുന്ന ഏതൊരു പ്രവാസി അനുഭവിക്കുന്നൊരു സംഭവമുണ്ട്. നാട്ടിലെന്ത് ചെയ്യും, നാട്ടിലെന്തെങ്കിലും ഒരു ജോലിയോ മറ്റോ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെന്ത് ചെയ്യും, വെറുതെ ഇരിക്കേണ്ടി വരുമോ, വല്ല ബിസിനസ്, ആ ഒരു ചോദ്യം, ആ ഒരു സംഖ്യനെ ഡിസ്കസ് ചെയ്യുന്നത്. അയാൾ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളല്ല. അയാൾ ബിസിനസ് തുടങ്ങുന്നതും അത് പൊളിയുന്നതും പരാജയപ്പെടുന്നതും നാട്ടിലുള്ള പ്രശ്നങ്ങളും അവസാനം വീണ്ടും ഗൾഫിലേക്ക് തന്നെ മടങ്ങുന്നിടത്താണ് ആ പടത്തിൻ്റെയും ഒരു എൻഡിങ്. അറബിക്കധികം നല്ല ഒരു സംഭവം തന്നെയായിരുന്നു ശ്രീനിവാസിൻ്റെ. അത് കുറച്ചും കൂടി കോമഡി സ്ട്രീക്കിലെടുത്തതാണെങ്കിലും അതിൽ കുറേ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാൽ ജോസിനോടായിരുന്നു. എന്തിനാലും ഇതൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇത്രയും ലോങ് റിവ്യൂ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എന്തിനാലും ഇവിടം വരെ ഈ സമയം വരെ കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഉപകരിക്കപ്പെട്ടു, എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആടുജീവിതം എന്തായാലും ഇപ്പോൾ ഈസ്റ്ററാണ്, അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, ഇനി ഞായറാഴ്ച ഈസ്റ്റർ, അത് കഴിഞ്ഞ് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അത് കഴിഞ്ഞ് വിഷുവൊക്കെ വരാനുണ്ട്. വിഷുവിന് 2 പടം വരാനുണ്ട്, മാസപടങ്ങൾ, ആവേശവും അതുപോലെ വർഷങ്ങൾക്ക് ശേഷം. അതിൻ്റെ വിഷയങ്ങളൊക്കെ ആ സമയത്ത് ഇടാം. ആടുജീവിതത്തെക്കുറിച്ച് പറയാനുള്ളതൊക്കെ ഈ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് കരുതുന്നത്. എന്തെന്നാലും നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. എങ്ങനെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളായിട്ട് തോന്നും. അത്രക്കും അൺബിലീവബിളാണ് ചില കഥകൾ എന്ന് പറയാൻ പറ്റും അല്ലേ. എന്തായാലും നജീബ് ഒരു ലൈക്ക് അടിക്കണേ വീഡിയോ കണ്ടിട്ട്. ലവ് യു, സീ യു ഓൾ, ബൈ.